ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടെൻസിലെ 10ാമത്തെ ടെൻസായ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാണ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലെ നമ്മൾ 9 ടെൻസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ 10ാമത്തെ ടെൻസാണ് എടുക്കാൻ പോകുന്നത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബിൻ്റെ ING ഫോം. എന്താണ് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസുകളെന്ന് പറയാം. ആദ്യം ഞാൻ മലയാളത്തിൽ കുറച്ച് സെൻറ്റൻസുകൾ പറയാം. നമ്മൾ പറയാറില്ലേ, നാളെ ഈ സമയം ഞാൻ എഴുതുകയായിരിക്കും, നാളെ ഈ സമയം ഞാൻ എഴുതുകയായിരിക്കും, അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ പന്ത് കളിക്കുകയായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. നമ്മൾ മുമ്പ് 2 കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു എക്സാമ്പിൾ പറയാം. എന്താണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത് അല്ലേ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയാം, ഐ ആം റൈറ്റിംഗ്. എങ്ങനെ പറയാം, ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുതന്നെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് പറയാം, പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ പറയാം, ഞാൻ എഴുതുകയായിരുന്നു. എങ്ങനെ പറയാം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം, ഐ വാസ് റൈറ്റിംഗ്, ഐ വാസ് റൈറ്റിംഗ്. പ്രസൻറ്റിലാകുമ്പോൾ ഐ ആം റൈറ്റിംഗ്, പാസ്റ്റിലാകുമ്പോൾ ഐ വാസ് റൈറ്റിംഗ്. ഇനി ഇതിനെ ഫ്യൂച്ചറിൽ എങ്ങനെ പറയാം, ഞാൻ എഴുതുകയായിരിക്കും അല്ലേ, നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി രാത്രിയിൽ ഞാൻ എഴുതുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എഴുതുകയായിരിക്കും. എങ്ങനെ പറയാം, ഐ വിൽ ബി റൈറ്റിംഗ്, ഐ വിൽ ബി റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായോ? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ, പാസ്റ്റ് കണ്ടിന്യൂസിലെ, ഫ്യൂച്ചർ കണ്ടിന്യൂസിലെ. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഞാൻ എഴുതുകയാണ് അല്ലേ, എന്ന് വെച്ചാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിലാകുമ്പോഴോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എഴുതുകയായിരുന്നു. ഫ്യൂച്ചറിലാകുമ്പോഴോ ഞാൻ എഴുതുകയായിരിക്കും അല്ലേ, ഇപ്പോൾ എഴുതുന്നില്ല, ഞാൻ എഴുതുകയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോർമാറ്റിലേക്ക് പോകാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. എന്താണ് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. വേർബ് പ്ലസ് ING എന്ന് പറയുമ്പോൾ വേർബിൻ്റെ കൂടെ ING ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. റീഡ് ആണെങ്കിൽ റീഡിങ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, സ്വിം ആണെങ്കിൽ സ്വിമ്മിങ് അല്ലേ, ഇങ്ങനെ ING ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് സെൻറ്റൻസ് പറയാം. ഐ വിൽ ബി സ്വിമ്മിങ്, ഐ വിൽ ബി സ്വിമ്മിങ്. സ്വിമ്മിങ് എന്ന് വെച്ചാൽ നീന്തുക എന്നുള്ളതാണ് അല്ലേ. ഐ വിൽ ബി സ്വിമ്മിങ്, ഞാൻ നീന്തുകയായിരിക്കും, ഞാൻ നീന്തുകയായിരിക്കും. ദേ വിൽ ബി സ്വിമ്മിങ്, അവർ നീന്തുകയായിരിക്കും, ദേ വിൽ ബി സ്വിമ്മിങ്, അവർ നീന്തുകയായിരിക്കും. ദ ബേബി വിൽ ബി പ്ലേയിങ്, ബേബി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ദ ബേബി വിൽ ബി പ്ലേയിങ്. ഷീ വിൽ ബി സിംഗിങ്, ഷീ വിൽ ബി സിംഗിങ്, അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഷീ വിൽ ബി സിംഗിങ്, അവൾ പാടുകയായിരിക്കും. ദേ വിൽ ബി വർക്കിംഗ് ഇൻ ദ ഓഫീസ്, ദേ വിൽ ബി വർക്കിംഗ് ഇൻ ദ ഓഫീസ്, അവർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവർ ഓഫീസിൽ ജോലി ചെയ്യുകയായിരിക്കും. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു അല്ലേ, സബ്ജക്റ്റ് പറഞ്ഞു, ദേ എന്നുള്ള സബ്ജക്റ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. ദേൻ്റെ കൂടെ വിൽ ബി ചേർത്ത് കൊടുത്തു. പിന്നെ വർക്ക് എന്നുള്ള വേർബിൻ്റെ കൂടെ നമ്മൾ ING ചേർത്തു. ദേ വിൽ ബി വർക്കിംഗ് എന്നായില്ലേ, ഇൻ ദ ഓഫീസ്, ദേ വിൽ ബി വർക്കിംഗ് ഇൻ ദ ഓഫീസ്. മനസ്സിലായോ? ഐ വിൽ ബി റൈറ്റിംഗ് ലെറ്റർ, ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ ഐ എന്നുള്ള സബ്ജക്റ്റ് എടുത്തു, പിന്നെ നമ്മൾ വിൽ ബി ചേർത്തു, ഐ വിൽ ബി. പിന്നെ എഴുതുക റൈറ്റ് എന്നാണ്, റൈറ്റിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ റൈറ്റിംഗ് എന്നായി. ഐ വിൽ ബി റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരിക്കും. എന്താണ് എഴുതുന്നത്, ലെറ്റർ, ലെറ്റർ എഴുതുകയായിരിക്കും. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ സമയം പറയാം, ടുമോറോ എന്നൊക്കെ പറയാം കേട്ടോ. നാളെ ഞാനൊരു ലെറ്റർ എഴുതുകയായിരിക്കും, നാളെ ഞാനൊരു ലെറ്റർ എഴുതുകയായിരിക്കും. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ടുമോറോ. We will be attending a meeting at this time tomorrow. We will be attending a meeting at this time tomorrow. എന്താണ്, നാളെ ഈ സമയത്ത് ഞങ്ങൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരിക്കും അല്ലേ. നാളെ ഈ സമയത്ത് ഞങ്ങളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരിക്കും, ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരിക്കും. ഓക്കെ,
ഹീ വിൽ ബി പ്ലേയിങ് വീഡിയോ ഗെയിംസ്. ഹീ വിൽ ബി പ്ലേയിങ് വീഡിയോ ഗെയിംസ്. അവൻ വീഡിയോ ഗെയിംസ് കളിക്കുകയായിരിക്കും. അവൻ വീഡിയോ ഗെയിംസ് കളിക്കുകയായിരിക്കും. ഹീ എന്നുള്ള സബ്ജക്റ്റ്, ഹീൻ്റെ കൂടെ വിൽ ബി ചേർത്തു. പിന്നെയോ പ്ലേയിങ് കളിക്കുക, പ്ലേ എന്നുള്ള വേർബിൻ്റെ കൂടെ ing ചേർത്തു പ്ലേയിങ് എന്നായി. വീഡിയോ ഗെയിംസ്, ഹീ വിൽ ബി പ്ലേയിങ് വീഡിയോ ഗെയിംസ്. ഓക്കെ. ഷീ വിൽ ബി ടീച്ചിങ് ഹർ സ്റ്റുഡൻസ്. ഷീ വിൽ ബി ടീച്ചിങ് ഹർ സ്റ്റുഡൻസ്. അവൾ അവളുടെ കുട്ടികളെ പഠിപ്പിക്കുകയായിരിക്കും. അവൾ അവളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയായിരിക്കും അല്ലേ. ഓക്കെ. ഷീ എന്നുള്ള സബ്ജക്റ്റ് എടുത്തു, ഷീൻ്റെ കൂടെ വിൽ ബി ചേർത്തു. പിന്നെ ടീച്ച് പഠിപ്പിക്കുക, ടീച്ച് പഠിപ്പിക്കുക പ്ലസ് ing ടീച്ചിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ഷീ വിൽ ബി ടീച്ചിങ് ഹർ സ്റ്റുഡൻസ്. അവൾ അവളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ഓർത്ത് വയ്ക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ing. ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അവൾ എഴുതുകയായിരിക്കും, അവൾ പഠിക്കുകയായിരിക്കും, അവൾ വരുവായിരിക്കും, ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് വിൽ ബി വെച്ചിട്ട് പറയാവുന്നതാണ്. വിൽ ബി പ്ലസ് ing, വെർബിൻ്റെ ing ഫോം വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്